back to Zala Learning. It's me, Sri Bhama SB. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ശരിക്കും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എങ്കിൽ പോലും നിങ്ങൾ ആദ്യമായിട്ടാണ് മിസ് ഈ ഒരു വർഷത്തിൽ കാണുന്നത്, 2025 കാണുന്നത്. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് നല്ലൊരു ഇയർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസുകളിൽ നിന്നാണ്. കാരണം നിങ്ങൾ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കാണും. ഇനി നിങ്ങൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ മക്കളെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Bourdieu wants to separate the following material as combustible and non-combustible. നമ്മൾ പഠിച്ചു കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് കമ്പഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ക്യാൻ യു ഹെൽപ്പ് ഹിം, ഹെൽപ്പ് ചെയ്യോ ചോദിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനങ്ങളെ ക്ലാസിഫൈ ചെയ്യാണ് വേണ്ടത്. കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ. ചാർക്കോള്, ചോക്ക്, സ്റ്റോണ്, അയൺ റോഡ്, കോപ്പർ കോയിൻ, സ്ട്രോ, കാർഡ്ബോർഡ്, ഗ്ലാസ്, പേപ്പർ, ക്യാൻഡിൽ, വുഡൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് കമ്പസ്റ്റബിൾ ഏതാ നോൺ കമ്പസ്റ്റബിൾ ഏതാ ചോദിച്ചു. എന്താ മക്കളെ കമ്പസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന സാധനങ്ങൾ, നമ്മൾ കത്തിക്കുന്ന സാധനങ്ങൾ അല്ലേ. ഒരു പേപ്പർ എടുത്താൽ നമ്മൾ കത്തിച്ചാൽ എന്താണ്, അത് കത്തിപ്പോകും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കമ്പസ്റ്റബിൾ. ആൻഡ് ഇതേപോലെ ഇപ്പൊ ഞാനൊരു ചില്ലെടുത്ത് കത്തിക്കാന്ന് വിചാരിച്ചോ, ഗ്ലാസ് എടുത്ത് കത്തിക്കാന്ന് വിചാരിച്ചോ, നടക്കുവോ? ഇല്ല. ഗ്ലാസ് എന്ന് പറയുന്ന സാധനം കത്തിപ്പോകത്തില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോൺ കമ്പസ്റ്റബിൾ ആണ് അല്ലേ. അപ്പൊ കമ്പസ്റ്റബിൾ ആൻഡ് നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കടാ, എന്താ കമ്പസ്റ്റബിൾ? ചാർക്കോള്, സ്ട്രോ, കാർഡ്ബോർഡ്, പേപ്പർ, ക്യാൻഡിൽ, വുഡ്, ഇതൊക്കെ എന്ത് ചെയ്യും? ക്യാൻഡിലും വുഡൊക്കെ എന്ത് ചെയ്യും? കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കത്തുന്ന സാധനം. എന്നാൽ കത്താത്ത സാധനങ്ങളുണ്ട്. ചോക്ക്, സ്റ്റോണ്, അയൺ റോഡ്, കോപ്പർ കോയിൻ, അതേപോലെ ഗ്ലാസ്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കത്താത്ത സാധനങ്ങളാണ്. നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആർ ദാറ്റ് ആർ നോട്ട് ദാറ്റ് ക്യാൻ ബി ഇഗ്നൈറ്റഡ് ഫോർ ഓർ ബേൺ. അതിന് ഇഗ്നൈറ്റ് ചെയ്യാനോ ബേൺ ചെയ്യാനോ എന്ത് ചെയ്യാൻ പറ്റില്ല. കമ്പസ്റ്റബിൾ ആയിട്ടുള്ള സാധനം അങ്ങനെയല്ല, മറിച്ച് ഫോർ എക്സാമ്പിൾ പേപ്പർ, ഫാബ്രിക്, കുക്കിംഗ് ഗ്യാസ് എന്നുള്ള സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്താണ്, കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് ആർ ദോസ് ദാറ്റ് ക്യാൻ ബി ഇഗ്നൈറ്റഡ് ഓർ ബേൺ ചെയ്യാനോ ഇഗ്നൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നോൺ കമ്പസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സ്റ്റോണ്, സിമെന്റ്, ബ്രിക്ക്, സോയിൽ, സാൻഡ് ഒക്കെ എന്ത് ചെയ്യടാ, അതൊക്കെ എടുത്ത് കത്തിക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അല്ലേ. ദാറ്റ് മീൻസ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡു നോട്ട് ഇഗ്നൈറ്റ്, അതിനെ നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. റെഡി ആണല്ലേ? അപ്പൊ അത് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The slow process of conversion of dead vegetation into coal is called dash എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Coal and petroleum are formed from the dead remains of organism and are known as എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. The black thick liquid with a dash smell is known as coal tar എന്നൊരു ക്വസ്റ്റ്യനും ഉണ്ട്. യെസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആ ചോദിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ ഫിൽ ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The slow conversion of dead vegetation into coal is called കാർബണൈസേഷൻ. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചിരുന്നു കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കാർബണൈസേഷൻ. എന്താണത്? ദ സ്ലോ കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ. കൽക്കരി നമ്മൾ കോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ. എങ്ങനെയാ മക്കളെ കോൾ ഉണ്ടാകുന്നത്? അതൊരുപാട് കാലങ്ങളായിട്ട് മണ്ണിലോട്ട് സാധനങ്ങൾ അടിഞ്ഞ് അതിൽ നിന്നാണ് കോൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ കൺവേർട്ട് ചെയ്യണം ആ ഡെഡ് വെജിറ്റേഷൻ. ഇപ്പൊ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ഡെഡ് ഓർഗാനിസംസ് ഒക്കെ മണ്ണിൽ കടന്ന് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറഞ്ഞ പോലെ കോളും പെട്രോളിയവും കാര്യങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഫോസിൽ ഫ്യൂൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കൺവേർഷനെ പതുക്കെയാണത് നടക്കുള്ളൂ ഇല്ലേ. ഇന്ന് താഴെ വീണ നാളെ അത് എന്ത് ചെയ്യില്ല, പുതിയതായിട്ടൊരു കോളായിട്ട് വരില്ല. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബണൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Coal and petroleum are formed from the dead remains of organism are known as. അതിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടാണ് വിളിച്ചത്? It is called fossil fuels അല്ലേ. ഫോസിൽ ഫ്യൂവൽസ് എന്നാണ് പറയാ. പെട്രോള്, ഡീസൽ, കെറോസിന്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇവരൊക്കെ ഈ ഡെഡ് ഓർഗാനിസത്തിൽ നിന്നാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകുന്നത്. ആൻഡ് ലാസ്റ്റ്, ദ ബ്ലാക്ക് തിക്ക് ലിക്വിഡ് വിത്ത് an unpleasant smell is known as. അത് നമ്മൾ എന്താ വിളിച്ചത്? ഇറ്റ് ഈസ് കോൾഡ് കോൾ ടാർ അല്ലേ. കോൾ ടാറിനെ നമ്മൾ എന്ത് പറഞ്ഞു? ബ്ലാക്ക് കളറാണ്, തിക്ക്
തിക്കാണ് അല്ലെ, നല്ല കറുത്ത കളറിലെ തിക്കായിട്ടുള്ള ലിക്വിഡാണ്. ആൻഡ് എന്താ സ്മെല്ല്? അൺപ്ലസന്റ് സ്മെല്ല്, നമുക്കതിന് ഇഷ്ടപ്പെടാത്തൊരു മണമാണ്. ഈ ടാറൊക്കെ ചെയ്യുമ്പോൾ, റോഡൊക്കെ ടാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അതിന്റെ മണം. നമ്മളിങ്ങനെ മൂക്ക് കൊത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടാ പോവാറ് അല്ലേ. അത്രേനേ ഉള്ളൂ. അതേപോലെ കോൾ ടാർ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഫിഗർ ശ്രദ്ധിക്കുക. Where the petroleum and natural gas deposited as shown, why do we find oil layer above the water level? നോക്കടാ, ഇവിടെ വെള്ളുണ്ട് അല്ലേ, ഇവിടെ ഓയിൽ, ഇവിടെ ഗ്യാസ്, ഇവിടെ വാട്ടർ. ഈ വാട്ടറിന്റെ മുകളിലാണ് ഓയിൽ കിടക്കുന്നത്. വൈ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഓയിൽ വാട്ടറിന്റെ മുകളിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയോ? The oil layer is found above the water layer because oil is light and float over it. അല്ലേ, ഈ വെള്ളത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് കെറോസിൻ, വാട്ടറിലോട്ട് കെറോസിൻ ആയിട്ട് എന്ത് സംഭവിക്കും? കെറോസിൻ ഇങ്ങനെ പൊന്തി നിൽക്കും, ഫ്ലോട്ട് ചെയ്ത് നിൽക്കും അല്ലേ. അപ്പൊ അങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, furthermore because oil has lesser density അല്ലെങ്കിൽ lower density than water. വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ, വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞാണ് കെറോസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓയിൽ ആയിക്കോട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് പാറി നിൽക്കുകയാണ് ചെയ്യുക. റീസൺ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറയുന്ന റീസൺ കൊണ്ടാണ്. ലൈറ്റർ വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ലൈറ്റർ വെയിറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി ഉള്ള സാധനങ്ങൾ പൊന്തി നിൽക്കും. അപ്പൊ ഇത് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ സർഫസ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളി മക്കളായിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.